നമ്മുടെ ചില ആളുകൾക്കാണെങ്കിൽ എവിടാണ് സ്തോത്രം പറയേണ്ടെന്ന് പോലും ചിലപ്പോൾ സംശയമുണ്ട്. കർത്താവേ, ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു, ഇംഗ്ലീഷ് സാറ്. എന്ത് പറഞ്ഞാലും ആദ്യം വെരി ഗുഡ് എന്നേ പറയത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ പറയും, സാറേ സാറിൻ്റെ അപ്പം വണ്ടിയെന്ന് വീണു, വെരി ഗുഡ്. കാരണം ഇത് എവിടെ പറയേണ്ടതെന്നൊന്നും പുള്ളിക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ചില മനുഷ്യർ സ്തോത്രം പറയുന്നത്. കർത്താവേ, ഇന്നിടത്തെ അച്ചായൻ മരിച്ചു, ദൈവമേ സ്തോത്രം. എവിടാ സ്തോത്രം പറയണം? കാരണം ഇതിങ്ങനെ പുട്ടിനിടയ്ക്ക് പീര ഇടുന്നത് പോലെ ഇതൊരു ശീലമായി. എവിടാ സ്തോത്രം പറയേണ്ടത്? എവിടാണ് ഇത് പറയാതിരിക്കേണ്ടത്? കപടഭക്തിക്കാരൻ തൻ്റെ സൂത്രങ്ങൾ മുഴുവൻ ഒളിച്ചു കടത്താൻ ഉപയോഗിക്കുന്ന മനോഹരമായ ഒരാവരണമാണ് എന്ത്? സ്തോത്രം. ഇനിയും ഈ വാക്ക് കുറച്ചുകൂടെ നമ്മളൊന്ന് ആഴത്തിൽ മനസ്സിലാക്കിയാൽ, ഈ കപടഭക്തി എന്നത് നമുക്ക് ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണെന്ന് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് നാടകങ്ങളിൽ നിന്ന് വന്നതാണ്. നാടകങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ പിശാചായിട്ട് അഭിനയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പിശാചിൻ്റെ മൂടുപടം അണിയും. എന്തിനാണ് മൂടുപടം അണിയുന്നത്? കാണുന്നവർക്ക് ഇദ്ദേഹം പിശാചാണെന്ന് തോന്നണം. ഈ മൂടുപടത്തിന് പറയുന്ന പേരാണ് ഹിപ്പോക്രിറ്റേസ്. അതിൽ നിന്നാണ് ഹിപ്പോക്രസി. നമ്മളത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് കപടഭക്തി എന്നായെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ എന്തല്ലയോ അതാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ അണിയുന്ന മൂടുപടത്തിൻ്റെ പേരാണ് ഹിപ്പോക്രസി. നമ്മളതിനെ ഒരു അഭിനയ കലയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, നല്ല അഭിനേതാവെന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പം നമുക്കറിയാം, മലയാളത്തിലും ഒക്കെ നിങ്ങൾ സിനിമ കാണുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. പിന്നെ വല്ലപ്പോഴും മഗ്ദല മറിയമോ അങ്ങനെ എന്തെങ്കിലും കാണത്തുള്ളൂ, എന്തെങ്കിലും ആവട്ടെ. കാരണം ഇത്രയും നമ്മുടെയൊക്കെ ഭക്തി കണ്ട ദൈവം പോലും എഴുന്നേറ്റ് മുണ്ടഴിച്ചിടും. അയ്യോ, ഇതുപോലും എന്തൊരു ദൈവമേ, ഇങ്ങനെയും ഭക്തരായ മനുഷ്യരെ കണ്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പം നമുക്ക് എല്ലാ വർഷവും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ നല്ല നടനും നടിക്കുമുള്ള അവാർഡ് കിട്ടും. ഒരാള് മനസ്സിന് ബുദ്ധിമുട്ടുള്ള ഒരു ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു. ശരിക്കും പുള്ളിയാണോ? അല്ല. പക്ഷെ കാണുന്ന മനുഷ്യർക്ക് അദ്ദേഹം ഭ്രാന്തനാണെന്ന് തോന്നണം. അതാരാണോ കൂടുതൽ വിശ്വസിപ്പിക്കുന്നത് അയാളെയാണ് നമ്മൾ മികച്ച നടൻ എന്ന് പറയുന്നത്. ഈ കപടഭക്തി എന്ന് പറയുമ്പോഴും ഇതാണ് അതിൻ്റെ അർത്ഥം. ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ പരകായ പ്രവേശം നടത്തുക. അഭിനയകലയിൽ സാധാരണ പറയും പരകായ പ്രവേശം എന്ന് പറഞ്ഞാൽ മറ്റൊരാളായി അഭിനയിച്ചു തീർക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിനയിക്കരുത്. ഏതാണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആരാണോ അങ്ങനെ തന്നെ വരിക. കം ആസ് യു ആർ. എന്നാൽ പലപ്പോഴും നമ്മൾ എന്തല്ലയോ ദേവാലയത്തിന് പുറത്ത് അതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ അച്ഛന്മാർക്കുമൊക്കെ ആ ഒരു ബലഹീനതയൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളൊരു ഭക്തനാണെന്ന് നിങ്ങൾക്ക് ആരെ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനുഷ്യരെ വേണോ? മനുഷ്യനായിട്ടുള്ള അച്ഛനെ വേണോ? ഭക്തനായിട്ടുള്ള അച്ഛനെ വേണോ? ഞാനൊരിക്കൽ പിള്ളേരുടെ കൂടെ ടൂറിന് പോയി. ഒരു സ്ഥലത്ത് പോയപ്പം വെള്ളച്ചാട്ടമാണ്. കുട്ടനാട്ടുകാരനായതുകൊണ്ട് വെള്ളം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളമല്ല, ഇത് വേറെ കുളിക്കുന്ന വെള്ളം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളം ഇപ്പോൾ ഒരു അച്ഛൻ വന്നിട്ട് അങ്ങർക്ക് വെള്ളം വീക്ക്നെസ് ആണെന്നാണ് പറഞ്ഞു. അല്ല, അപ്പോൾ ഈ വെള്ളം കണ്ട ചാടുക എന്ന് പറയുന്നത് എൻ്റെ കുട്ടനാട്ടുകാരുടെ ഒരു വലിയ ബലഹീനതയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്തുന്നത്. അപ്പോൾ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞാൻ ഉടുപ്പുമൊക്കെ ഊരിയിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂടെ UNSCക്കാർ പിള്ളേരുണ്ട്, അവരിങ്ങനെ എന്നെ നോക്കി. അപ്പോൾ എനിക്കൊരു സംശയം. ഒന്നുകൂടെ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, എന്തുവാടാ നോക്കുന്നേ? ഞാനൊരച്ഛൻ്റെ ബോഡി ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്.
അച്ഛന് ബോഡി ഉണ്ടെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾക്കൊരു ബോഡി ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ ധരിപ്പിക്കത്തില്ല. കാരണം ഞങ്ങൾ ബോഡി ഇല്ലാത്ത മനുഷ്യരാണ്. ഞങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പിന്നെ ആകെ ഉള്ളത് ചാവുമ്പോൾ ഡെഡ് ബോഡി മാത്രമേ നിങ്ങൾ കാണൂ. ബാക്കി അപ്പം എന്തിനാ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരാവുന്നതിനേക്കാൾ ഭക്തരായി മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ശ്രമമാണ്. ഈ മർത്തോമാ സഭയുടെ ഒരു ആരാധനയിൽ ഈ കുറിയലായിസോൻ വരുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഇവിടെ ഒരു കോളർ മൈക്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെ പെതുക്കെ കൊട്ടിയാൽ മതി. ചിലരിച്ചിരി ആഞ്ഞു കൊട്ടും. അപ്പോൾ ഈ കൊട്ടുമ്പോൾ ദൈവമേ നീ കരുണ ചെയ്യണമേ എന്നാണല്ലോ കുറിയലായിസോൻ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ ഒരു അടി അടിക്കും. അടിക്കുമ്പം ജനത്തിൻ്റെ വിചാരം, ഇത്രയും അനുതാപമുള്ളൊരച്ഛൻ. ചിലരാണെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിക്കും. അപ്പോഴത്തേക്കും ആളുകൾ വിചാരിക്കും കഴിഞ്ഞ അച്ഛനെ പോലല്ല, ഈ അച്ഛൻ്റെ അടി കുറച്ചുകൂടെ കട്ടിയുള്ളതായതുകൊണ്ട് ചിലരങ്ങ് കിടക്കും. അപ്പം കിടക്കുന്ന അച്ഛനാണെങ്കിലോ, ഇപ്പം ഈ രണ്ടാം ഭാഗം ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് മധുവായിൽ ഇങ്ങനെ അങ്ങ് കിടക്കും, വെട്ടുക്കിളി കിടക്കുന്ന പോലെ അങ്ങ് കിടക്കും ചിലർ. അപ്പം അങ്ങനെ കിടക്കുന്നെങ്കിൽ കിടന്നു, അതിനകത്ത് കൊറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ വിചാരം എന്താണെന്നറിയോ, മറ്റേ അച്ഛൻ കിടക്കത്തില്ലായിരുന്നു, ഇത് വവ്വാല് കിടക്കുന്ന പോലെ കിടക്കുമ്പം ഈ അച്ഛന് കുറച്ചുകൂടെ എന്തുണ്ട്, ഭക്തിയുണ്ട്. മറ്റേ അച്ഛൻ ഒരു ഓഞ്ഞ അച്ഛനാ, പുള്ളി കിടക്കത്തുമില്ല. ഇതാണ് എന്തൊരു കിടപ്പെന്നറിയോ. കിടക്കണമെങ്കിൽ കിടന്നു, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇതാണ് ഭക്തി എന്ന്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് അവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്നത്. എന്നാൽ നിൽക്കുന്നത് ദൈവമുമ്പാകെയാണെന്ന് മറന്നുകൊണ്ട് ജനത്തിന് നമ്മളെക്കുറിച്ച് മതിപ്പുണ്ടാകണം എന്ന ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഇതൊന്നും. നിങ്ങൾക്ക് ഉറക്കെ പ്രാർത്ഥിക്കണോ, പ്രാർത്ഥിക്കണം, അതിനെന്താ കുഴപ്പം? നിങ്ങൾക്ക് കിടക്കണോ, കിടന്നോ, മുട്ടുമേ നിൽക്കണോ, നിന്നോ. പക്ഷെ ചെയ്യുമ്പോൾ അത് ഓർക്കേണ്ടത് അത് ഹൃദയത്തിൽ നിന്ന് വരണം. അല്ലാതെ എൻ്റെ അടുത്ത് നിൽക്കുന്നവർ ഞാൻ ഭക്തനാണെന്ന് പറയിപ്പിക്കണം, അതിനു വേണ്ടി ചെയ്യരുത്. കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 2 മനുഷ്യർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരാൾ പരീശൻ, മറ്റേയാൾ ചുങ്കക്കാരൻ. നിങ്ങൾ ഈ ആളുകൾ വരികയൊക്കെ പോവുകയും ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ. ഈ നമ്മൾ ഈ പൂവാലന്മാരുടെ ലക്ഷണമാണ്. ചില പെൺപിള്ളേർ വരുമ്പോൾ അവർ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ കയറ്റി അവരെ വിടും. അവരെ കയറി അങ്ങ് പൊക്കോളും, നിങ്ങൾ കയറ്റി വിടണ്ട കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുറച്ചു നേരമൊക്കെ ഈ വൃത്തികെട്ട മുഖത്ത് നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ട് കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയം കുറച്ചു നേരം താഴോട്ട് കുനിഞ്ഞിരിക്കും. 2 പേർ പ്രാർത്ഥിക്കാൻ പോയി. ഇനിയും ആ 18-ാം അധ്യായം തുടങ്ങുന്നത് വലിയ രസമായിട്ടാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം വലിയ പ്രാധാന്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം. അതിൻ്റെ 9-ാം വാക്യം അത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ. അപ്പോൾ എന്തിനാ കർത്താവ് ഈ ഉപമ പറയുന്നത്? ഞാൻ മാത്രമേ ഉള്ളൂ നല്ലവൻ, ഞാൻ മാത്രമേ ഉള്ളൂ ഭക്തൻ എന്ന് പറഞ്ഞ്, ഞാൻ മാത്രമേ നീതിമാനുള്ളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. അവരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. ഇനി അത് ശ്രദ്ധിച്ചു വായിക്കണം. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഇനിയും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഇനി അടുത്ത വാചകമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ വാക്യം. ശ്രദ്ധിക്കണം. അത് പരീശൻ നിന്നുകൊണ്ട് തന്നോടു തന്നെ. ഇയാൾ എന്തിനാ പള്ളി വന്നേ? പ്രാർത്ഥിക്കാൻ. പക്ഷെ അവിടെ നടക്കുന്ന എന്താണ്? നിന്നുകൊണ്ട്. നിൽക്കുന്നത് യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനാ മര്യാദയാണ്. അത് ചിലർ നിന്ന് പ്രാർത്ഥിക്കും, ചിലർ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് ഓരോ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ, അതിലൊന്ന്. എന്നാൽ അതിൽ പ്രധാനം അതല്ല. പരീശൻ നിന്നുകൊണ്ട് പറയുന്നത് എന്തുവാണ്? തന്നോടു തന്നെ. ആരോട് പറയാനാ വന്നേ? ദൈവത്തോട് വർത്തമാനം പറയാനാ വന്നത്. പക്ഷെ ഇയാൾ പറയുന്നത് മുഴുവൻ ആരോടാ? അയാളോട്. ഇതാണ് കപടഭക്തി.
Even when you are in the presence of the Lord, you are full of yourself. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെങ്കിലും ഉള്ളിൽ ദൈവസാന്നിധ്യം ഒഴിച്ചു ബാക്കിയെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നിന്നുകൊണ്ട് തന്നോടു തന്നെ പറയുന്നതെല്ലാം ആരോടാ? അദ്ദേഹം അയാളോട് തന്നെയാ പറയുന്നത്. പക്ഷെ പുറത്തോട്ട് വരുന്നതോ? അടുത്ത വാചകം ശ്രദ്ധിച്ച്, ദൈവമേ. അപ്പം വിളിക്കുന്നത് ദൈവമേ എന്നാണ്, പക്ഷെ യഥാർത്ഥത്തിൽ പറയുന്നത് ആരോടാ? അതാ ഞാൻ പറഞ്ഞത്, നിന്നുകൊണ്ട് തന്നോട് തന്നെ. ഇനി ശ്രദ്ധിക്കണം, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുള്ളിയുടെ CV, നമ്മൾ ജോലിക്കൊക്കെ CV കൊടുക്കുമെന്ന് പറഞ്ഞാൽ പുള്ളി ആരാ മോനെന്നുള്ളത് ആരോട് പറയാ? പിന്നെ പുള്ളിക്ക് ദൈവത്തിന് അറിയാൻ മേലെങ്കിൽ പറയാ, ദൈവമേ, ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവത്തോട് പറയാ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ, പിന്നെ അച്ഛന്മാർ, സുവിശേഷകർ, അതെല്ലാം വരും, മുതലായ ശേഷം മനുഷ്യരെ പോലെയോ. പിന്നെ തണ്ടി ഈ നിൽക്കുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, ആരാ? ചുങ്കക്കാരനെ പോലും, ഇവരെ പോലൊന്നുമല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പരീശനല്ല, ചുങ്കക്കാരനല്ല, വ്യഭിചാരിയല്ല, പിന്നെ തേണ്ടി എൻ്റെ ഇടത്ത് വശത്ത് നിൽക്കുന്ന ആ തള്ളയുണ്ടല്ലോ, അവരെ പോലെ ഒന്നും അല്ല ഞാൻ. ആരാ മോൻ എന്നറിയാം? ആരോടായി പറയുന്നത്? ഇനിയും തീർന്നില്ല, പുള്ളിയുടെ CV-ക്കകത്ത് കുറച്ച് കാര്യങ്ങളോടുണ്ട്. പുള്ളി പറയുകയാണ്, പിന്നെ സാധാരണ മനുഷ്യരൊക്കെ ഒരു ദിവസം ഉപവസിക്കത്തുള്ളൂ, പക്ഷേ ഞാൻ ആരാ മോൻ? ഞാൻ അതുക്കും മേലെ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും. പിന്നോ നേടുന്നതിലൊക്കെ പതാരം കൊടുക്കും. ഇനി പറ, ദൈവം പോലും മുട്ടടിച്ചു പോയി. ഈ പഞ്ചായത്തിൽ ഇത്രയും ഭക്തനായ ഒരു മനുഷ്യൻ, വേദപുസ്തകം എന്താ പറഞ്ഞത്? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങളെ പോലും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താൽ നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ കീറുവാണം അടിക്കുക. ഞാൻ പതാരം കൊടുക്കും, ഞാൻ ഉപവസിക്കും. പണ്ടൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞ് ഒരു പോലീസുകാരൻ ചോദിച്ചു, നിന്റെ പേരെന്തുവാ? അവൻ പറഞ്ഞു സുന്ദരാൻ. പോലീസുകാരൻ ഒറ്റ അടി അടിച്ചു, നിന്നെ ആരാടാ സുന്ദരാന്ന് വിളിക്കും? ഞാൻ എന്നെ സുന്ദരാന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പുള്ളിയെ കുറിച്ച് തന്നെയാ പറയുന്നത്. എന്നാൽ മറ്റൊരു മനുഷ്യനുണ്ട് അവിടെ, ചുങ്കക്കാരൻ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇങ്ങനെയൊന്നുമല്ല. അദ്ദേഹം സ്വർഗത്തോട്ട് പോലും നോക്കാതെ ഇങ്ങനെ കുനിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ്? പാപിയായ എന്നോട്. യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അയോഗ്യതയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. നമ്മുടെ യോഗ്യതയാണ് ദേവാലയത്തിൽ വരുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രവാചകനായ യെശയ്യാവ് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പറയുന്നത്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രവാചകൻ ഓർമ്മ വരുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഞാൻ അരിഷ്ടം കുടിച്ച മനുഷ്യനാന്നല്ല, ഞാൻ അരിഷ്ട മനുഷ്യൻ. സ്വന്തം അരിഷ്ടതയെക്കുറിച്ച് ആർക്ക് ഓർമ്മ വരുന്നു? പ്രവാചകന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ യോഗ്യതയാണോ ഓർമ്മ വരുന്നത്, അയോഗ്യതയാണോ ഓർമ്മ വരുന്നത്? ദൈവസാന്നിധ്യത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ യോഗ്യതയെക്കുറിച്ച് ഓർക്കാനുള്ള ധൈര്യം വരുന്നത്? അവൻ വിശുദ്ധിയിൽ വസിക്കുന്നവനാ, അവൻ അഗ്നിജ്വാലയ്ക്ക് സമാനമായ കണ്ണ്. അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരെ പോലൊന്നും അല്ല എന്ന് പറയണമെങ്കിൽ അസാധാരണമായ തൊലിക്കട്ടി വേണം. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലാവരുത്, കപടഭക്തിക്കാരെ പോലെ ആകരുത്. കാരണം കപടഭക്തിക്കാരൻ അവൻ എന്തല്ലയോ, അവൾ എന്തല്ലയോ
അതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പ്രാർത്ഥന ഒരു ആയുധമാക്കുകയാണ്. തൻ്റെ സൂത്രങ്ങളെല്ലാം ഒളിച്ചു കടത്താൻ സ്തോത്രം ഉപയോഗിക്കുക. കപടഭക്തിയുടെ മൂലഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരാളായി അഭിനയിക്കുക. കർത്താവ് പറയുന്നു, നിങ്ങൾ അങ്ങനെ. ഞാനൊരിക്കലൊരു ആശുപത്രിയിൽ പോയി, എൻ്റെ മദറിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ബില്ലടയ്ക്കണം. ഞാനൊരു പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് അവിടെ ചെന്ന് ഒരു സാമാന്യം നീണ്ട ക്യൂവാണ്. അപ്പം ഞാനിങ്ങനെ ക്യൂവിൽ നിന്ന് അവസാനം ബില്ല് കൊടുക്കാനുള്ള ടേണായി. അപ്പം ഞാൻ കൈ ഒരു ഇതുണ്ടല്ലോ, ഒരു ചെറിയ ഒരു കൈ അങ്ങോട്ടിട്ടപ്പം താഴെ കൂടെ വേറൊരു കൈ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീയുടെ കൈയാണ്. ഞാൻ ഉടനെ വലിച്ചു. വെറുതെ പീഡനത്തിന് പ്രതിയാവണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഉടനെ കൈ ഇങ്ങ് വലിച്ചു. ഞാൻ എന്നിട്ട് ആ പുള്ളിക്കാരി ഒന്ന് നോക്കി. അപ്പം രക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, രക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. അപ്പം എനിക്ക് ഈ മീശയും താടിയില്ലാത്തതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ആൾ ഈ അച്ഛന്മാരെ പോലൊന്നുമല്ല. കാരണം ഈ രക്ഷിക്കപ്പെട്ട ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? മീശ പിടിക്കും. കാരണം ഇവിടെ ഈ പാപം ഇരിക്കുന്നത്, മനസ്സിലായി? അപ്പം എന്നെ കണ്ടാൽ നിങ്ങൾ നോക്കിയാൽ ഇത്ര അച്ഛന്മാരിക്കുന്നില്ല, എനിക്കല്ലേ ഒരു തേജസ് ഉള്ളേ, അല്ലേ? അപ്പം എന്നെ കണ്ട ആരാന്ന് തോന്നും? രക്ഷിക്കപ്പെട്ടാന്ന് തോന്നും. അപ്പം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി രക്ഷിക്കപ്പെട്ടതാണോ? ആണ് ബ്രദറെ. അപ്പോഴത്തേക്ക് ഞാൻ ബ്രദറായി. കാരണം എനിക്ക് എന്തില്ല, താടി ഉണ്ടെങ്കിൽ എന്നെ ബ്രദറെ എന്ന് വിളിക്കൂല. ആണ് ബ്രദറെ. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ടാണ് ഈ മര്യാദകേട് കാണിച്ചെന്ന് ചോദിച്ചു. അപ്പം ഈ മര്യാദകേട് കാണിക്കുന്നത് എന്തുമായിട്ട് ബന്ധമില്ല. സ്തോത്രം പറഞ്ഞിട്ട് കൈ അങ്ങോട്ടങ്ങ് വെച്ചാൽ മതി. സ്തോത്രം സൂത്രത്തെ ഒളിച്ചു കടത്താനുള്ള ഒന്നല്ല. നിങ്ങൾ അവരെ പോലെ ആകരുത്. ആര് പറയുക? നമ്മൾ അങ്ങനെ ആണെന്നോ അങ്ങനെ ആകുമെന്നോ അല്ല, പക്ഷേ അങ്ങനെ ആകാനുള്ള സാധ്യത നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ട്. രണ്ടാമത് കർത്താവ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. ഈ വാക്ക് ഒരു കുഴപ്പം പിടിച്ച വാക്കാണ്. ഇത് സ്ഥാനത്തും അസ്ഥാനത്തും മനുഷ്യരുപയോഗിക്കുന്ന വാക്ക്. നമ്മളൊക്കെ ഏതിൽ പെടും? ചിലരുടെ നിർവചനം അനുസരിച്ച് ജാതികളിൽ പെടും. എൻ്റെ വല്യമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അന്നാ പുള്ളിക്കാരിക്ക് ഹാർട്ട് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പായി. സായിപ്പിൻ്റെ ആശുപത്രിയിലാണ് അമ്മച്ചി കിടക്കുന്നത്. ഞങ്ങൾ പൊതുവെ അങ്ങനെയാണ്, അല്ലാതെ ഈ സാധാരണ ആശുപത്രിയിലൊന്നും പോവില്ല. ഞങ്ങൾ നീ സായിപ്പ് അല്ലെങ്കിൽ നല്ലമ്മ. തിരുവല്ലയിൽ ഒരു ആശുപത്രിയുടെ പേര് സെൻറ് തോമസ് ആശുപത്രി എന്നാണെങ്കിൽ ഞങ്ങൾ അതിനെ വിളിക്കുന്നത് സായിപ്പിൻ്റെ ആശുപത്രി. അപ്പോൾ എൻ്റെ അമ്മ, ഇപ്പം ഞാനൊന്ന് സെമിനാരി പഠിക്കുന്ന സമയം ഈ അമ്മച്ചി, അപ്പോൾ ഈ ICUവിൽ എപ്പോഴും ഒന്നും കാണാൻ പറ്റത്തില്ല, അതിനൊരു ചെറിയ സമയമുണ്ട്. അപ്പം ഞാൻ സെമിനാരിയിൽ നിന്ന് പ്രിൻസിപ്പലിൻ്റെ അനുവാദമൊക്കെ വാങ്ങി അമ്മച്ചിയെ കാണാനായിട്ട് വന്ന് ഈ ICUവിൻ്റെ വാതുക്കൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ അടുത്ത് വേറൊരു മനുഷ്യനുണ്ട്. പുള്ളിയുടെ അമ്മച്ചിക്കും ഹാർട്ട് അറ്റാക്കാണ്. അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ തമ്മിലൊരു എന്തായി, ഒരു കൊളാബറേഷനായി. കാരണം പുള്ളിയുടെ അമ്മച്ചിക്കും അറ്റാക്ക്, എൻ്റെ അമ്മച്ചിക്കും അറ്റാക്ക്. അപ്പം ഞങ്ങൾക്ക് പൊതുവിലായി അറ്റാക്കുള്ള രണ്ട് അമ്മച്ചിമാരുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു കൂട്ടായ്മയൊക്കെ രൂപപ്പെട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ചിട്ട് പോയി. എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നെപ്പോലെ ഒരു ഉത്തമനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കാതെ ഈ മനുഷ്യനോട് മാത്രം വർത്താനം പറഞ്ഞപ്പോൾ എനിക്ക് ഗുരുപൊട്ടി. നാടൻ ഭാഷയെ പറഞ്ഞ അത് എനിക്ക് പിടിച്ചില്ല. അപ്പം എനിക്കറിയണമല്ലോ ഇതെന്താ കാര്യം. എന്നെ അവഗണിക്കുകയും ആ ചെറുപ്പക്കാരനെ മാത്രം പരിഗണിക്കുകയും ചെയ്യാനും മാത്രം എന്നിൽ എന്ത് അയോഗ്യതയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ആ സഹോദരൻ്റെ മനോജ് എന്നാ പേര്, മനോജെ ആ വന്നതാരാ? എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത ഡയലോഗ്, അത് ജാതിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ജാതിയോ? അതെ. ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. അതെ, എൻ്റെ അമ്മയാ.
അപ്പം ഞാൻ ചോദിച്ചു, അതിനെന്തിനാണ് ആ അമ്മയെ കയറി ജാതി എന്ന് വിളിക്കുന്നത്? അത് അമ്മ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അമ്മ ഇപ്പോഴും CSI സഭയിൽ തന്നെയാണ്. എനിക്ക് തോന്നി ആ അമ്മച്ചിയെ പുറത്തെടുത്തിട്ട് ഇവനെ എടുത്ത് ICUവിൽ ഇടണമെന്ന് എനിക്ക് അന്നേരം ഇപ്പോൾ തോന്നിയതാണ്. ഞാൻ പറയാൻ വന്നത്, ജാതി എന്നത് നമ്മുടെ സഭയിൽ പെടാത്ത മനുഷ്യരെ വിളിക്കാനാണ് പലപ്പോഴും നമ്മൾ. കർത്താവ് അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ജാതികൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ജൽപ്പനവും അതിഭാഷണവും. ജൽപ്പനം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നെന്ന് ഒരു പിടിയില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയും. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുക, കർത്താവേ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന്. ഞാൻ വിചാരിച്ചു, ഇത് എന്താടാ ഈ പ്രാർത്ഥിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ആരെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്താൽ നമ്മൾ അന്ന് കിണറ്റി ചാടും. കാരണം അയ്യോ എൻ്റെ ദൈവമേ എന്താ പറയുന്നതെന്ന് ഒരു പിടിയില്ല. അതാണ് ജൽപ്പനം എന്ന് പറഞ്ഞാൽ, പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയും. അതിഭാഷണം എന്ന് പറഞ്ഞാൽ കുറെ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കും. അവരുടെ വിചാരം ഈ കുറച്ച് സമയം പ്രാർത്ഥിച്ചാൽ എന്തില്ല, പ്രാർത്ഥനയ്ക്കൊരു ശക്തിയില്ല എന്ന്. നമുക്ക് ഈ ജൽപ്പനത്തെയും അതിഭാഷണത്തെയും കൂടെ ഒന്ന് ചേർത്താൽ രണ്ടായി നമുക്ക് തിരിക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ഈ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. അത് ദൈവത്തിന് കേൾക്കാനാണോ നിങ്ങൾക്ക് കേൾക്കാനാണോ? രാവിലെ പാൻറ് വിട്ടിങ്ങി പോരുന്നല്ലേ, ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? ആർക്ക് കേൾക്കാനാണ്? അത് കേൾക്കട്ടെ. അപ്പൊ നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിച്ചില്ലേ ദൈവം കേൾക്കത്തില്ലേ? കേൾക്കുമോ ഇല്ലയോ? ആ, പിന്നെ എന്തിനാ ഉറക്കെ പ്രാർത്ഥിക്കുന്നു? ദൈവത്തിന് കേൾക്കാൻ ശബ്ദം വേണോ? വേണ്ട. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ആർക്ക് കേൾക്കാനാണ്? നിങ്ങൾക്ക് കേൾക്കാനാണ്. കാരണം ദൈവത്തിന് കേൾക്കാനാണെങ്കിൽ ഞാൻ മനസ്സിൽ പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾ നശിച്ചു പോകണോ എന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് നിങ്ങൾ അറിയണ്ടേ. കാരണം അല്ലാതെ കയറി അവസാനം ഞാൻ പറയാം, കർത്താവെ മുമ്പിലിരിക്കുന്ന അച്ഛൻ നശിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അച്ഛൻ കയറി ആമീൻ പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ സംഭവിക്കില്ലേ? അപ്പോൾ എന്താ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല, ഈ അച്ഛൻ പ്രാർത്ഥിക്കുമായിരിക്കും, ഞാൻ അങ്ങനൊന്നും ചെയ്യൂല കേട്ടോ. ശബ്ദം ദൈവത്തിന് കേൾക്കാനല്ല, പിന്നെ ആർക്ക് കേൾക്കാനാ? നമുക്ക് കേൾക്കാനാ. കാരണം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനുള്ള അത്രയും ശബ്ദം മതി. ഇപ്പൊ തോമസ് കുട്ടി അച്ഛൻ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. ഇതിങ്ങനെ പറയണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുകയാണ്. അപ്പൊ എനിക്ക് അച്ഛനോടൊരു രഹസ്യം പറയണം. അച്ഛ, ഞാനൊരു 12 മണിയാകുമ്പോൾ ഉച്ച നമസ്കാരത്തിന് മുമ്പ് പോവും. രഹസ്യം പറയാനാ. എനിക്ക് ഇച്ചിരി കഞ്ഞി കിട്ടുമോ പോകുന്നതിന് മുമ്പ്? അപ്പൊ ഇത് ഞാൻ അച്ഛനോട് ചോദിക്കണം. അച്ഛൻ എൻ്റെ തൊട്ടടുത്തിരിക്കുക. ഞാൻ ഈ മൈക്കൊക്കെ അങ്ങോട്ട് എടുത്ത് അച്ഛൻ്റെ ചെവിയുടെ അടുത്ത് വെച്ചിട്ട് ഉറക്കെ ചോദിക്കുക, ഞാൻ ഉച്ച നമസ്കാരത്തിന് മുമ്പ് പോകും, എനിക്ക് കഞ്ഞി കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ ആദ്യം എന്നോട് എന്തോ പറയും? ഞാൻ പൊട്ടനല്ല, എനിക്ക് എന്ത് കേൾക്കാം. വാസ്തവത്തിൽ ഞാൻ ഈ മൈക്കെടുത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അച്ഛനോട് ഇതിൻ്റെ ഡയഫ്രം അടിച്ചു പോകുന്ന ശബ്ദത്തിൽ പറയുമ്പം ഞാൻ ആരെ കളിയാക്കുക? നിങ്ങൾ ഈ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകുമ്പം ഈ
പ്രേമാതുരരായിരിക്കുന്ന ചെറുക്കനെയും പെണ്ണിനെയും നോക്കണം. ഈ പെരുന്നാളിൻ്റെ മധ്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്നതല്ല, നിങ്ങൾ നോക്കിയാൽ മതി. ബീച്ച് മാത്രമല്ല, അച്ഛൻ എവിടെയോ പോയി, അത് അച്ഛനെ മാത്രമേ അറിയത്തുള്ളൂ. അത് ബീച്ച് മാത്രമല്ലെന്ന് വേറെ എവിടെയോ സ്ഥലം ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് ഞാനത് ചോദിച്ച് ആണോ ഇതാ ഞാൻ പറഞ്ഞ അച്ഛൻ പാവെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ രണ്ടുപേർ സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കില്ല. കേൾക്കുമോ? അതുകൊണ്ടല്ലേ അമ്മായിയമ്മ വന്ന് അടുത്ത് നിന്നാലും മരുമോള് ദുബായിലുള്ള ഭർത്താവിനോട് പറഞ്ഞാൽ കേൾക്കുമോ? ഒരു പിടിയും കിട്ടും. നിങ്ങൾ എത്ര ശ്രമിച്ചോ കിട്ടൂല. പക്ഷേ കാര്യം രണ്ടു കൂട്ടർക്കും അതെന്താ അതിൻ്റെ കാര്യം? ഹൃദയം അടുത്തിരിക്കുമ്പോൾ ശബ്ദം കുറച്ചു മതി. എന്നാൽ രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴോ ശബ്ദം കൂടും. കാരണം ഹൃദയങ്ങൾ അകലുമ്പോൾ എന്തുണ്ടാവും? നാം ദൈവത്തിൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുമ്പം ശബ്ദം വരില്ല. കാരണം എങ്ങനെയാണോ കമിതാക്കൾ ഹൃദയത്തോട് സംസാരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നതും അങ്ങ് കുണ്ടറയിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നതും വോളിയത്തിൽ അറിയാം. ഏറ്റവും ഉന്നതമായ ആത്മീയ അനുഭവം മൗനമാണ്. ഹൃദയം അത്രത്തോളം അടുത്തിരിക്കുമ്പം ശബ്ദം വേണ്ട. നമ്മുടെ മാതാപിതാക്കൾ വളരെ പ്രായമായി മരണാസന്നരായി കിടക്കുകയാണ്. ആളുകളെ ഒന്നും തിരിച്ചറിയത്തില്ലെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ മകൻ അല്ലെങ്കിൽ മകൾ ദൂരെ നിന്ന് അപ്പച്ചനെ അമ്മച്ചിയോ കാണാൻ വന്നിട്ട് ഒന്നും കേൾക്കത്തൊന്നുമില്ല, ചെവിയൊന്നും. പക്ഷെ കയ്യിലോട്ട് പിടിച്ചിട്ട് അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ അപ്പച്ചൻ ഒന്നും പറയൂല, പക്ഷേ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാം. ദൈവം അടുത്തിരിക്കുന്നുവെന്ന് നമ്മൾ പറയുകയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വളരെ ദൂരെയാണെന്ന് നാട്ടുകാർക്ക് തോന്നുകയും ചെയ്യുക. വേദോസ്തവത്തിലൊരു വാക്യമുണ്ട്, നമ്മുടെ നിലവിളി കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ ദൈവം നമ്മുടെ അടുത്തുണ്ടെന്നാണോ ആളുകൾക്ക് തോന്നുന്നത്? ദൈവം വളരെ അകലെയാണെന്നാണോ തോന്നുന്നത്? നിങ്ങളുടെ അയൽപക്കത്തെ വീട്ടിൽ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്ന വോളിയം കേൾക്കുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാവും. ഒന്നുകിൽ അത് വഴക്കാണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ അച്ചായൻ്റെ ചെവിയുടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ചെവിക്ക് നല്ല കേൾവിയുള്ള ഒരു അപ്പച്ചനാണെങ്കിൽ അവിടുത്തെ അമ്മച്ചി പെതുക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ നാട്ടുകാർക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജാതികൾ കുറെ ബഹളം വെക്കും. ചിലർ അതിഭാഷണമാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പ്രാർത്ഥിച്ചാൽ അതിനെന്തോ ശക്തി കുറവാണെന്നൊരു വിചാരം. അങ്ങനെ ചിന്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ അപ്പൻ പട്ടാളക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുള്ളി പ്രാർത്ഥിക്കുന്നതാണ് വലിയ താല്പര്യം. കാരണം കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും. പട്ടാളമാണല്ലോ, ഞാൻ ഇപ്പം വെടിവെക്കുന്നത് അങ്ങ് വെക്കുക, അങ്ങനല്ലേ? അപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അപ്പൻ അവധിക്ക് വരുമ്പോൾ അപ്പനെ കൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ കരാറ് പോലെ ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പ്രാർത്ഥന എൻ്റെ അമ്മയുടെ. കർത്താവേ, അപ്പൊ ഈ വിശക്കുമ്പം ടി വിയിൽ എന്തെങ്കിലും കളിയുള്ളപ്പോഴൊക്കെ അപ്പനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ പറയും. കാരണം അപ്പൻ അറിയാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കളി കാണണമെന്ന്. പുള്ളിക്കും ഇതിനകത്ത് അധികം നേരം കിടന്ന് കഷ്ടപ്പെടാൻ. കർത്താവ് എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണമേ, എൻ്റെ മൂത്ത മോനെ അനുഗ്രഹിക്കണമേ. പുള്ളി അനുഗ്രഹിക്കണമെന്ന് പറയും. എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണമേ, എൻ്റെ മൂത്ത മോനെ അനുഗ്രഹിക്കണേ, എൻ്റെ ഇളയ മോനെ അനുഗ്രഹിക്കണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പുള്ളി റഷ്യയ്ക്ക് വേണ്ടിയും ചൈനയ്ക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ച് സമയം കളയൂല. അപ്പോൾ എൻ്റെ അമ്മ പറയും, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങളുടെ അയലോകത്താർക്കൂടെ വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ എൻ്റെ അപ്പം പറയും, അവന് പിന്നെ എന്തോ പണി, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും.
ഇത് പറയുമ്പോൾ എൻ്റെ അമ്മ ഒരല്പം പുച്ഛത്തോടാ ചോദിക്കുന്നത്. കാരണം ഇത് പ്രാർത്ഥനയാണോ? ഇത് കുറച്ചേ ഉള്ളല്ലോ, പെട്ടെന്ന് അങ്ങ് തീർന്നു പോയല്ലോ. പെട്ടെന്ന് തീർന്നാൽ എന്തില്ല? പവറില്ല. എന്നാൽ എൻ്റെ അമ്മ അങ്ങനല്ല. കർത്താവേ, അച്ചാനെ അനുഗ്രഹിക്കണമേ, എൻ്റെ 2 മക്കളെ അനുഗ്രഹിക്കണമേ, അയലോക്കത്തുകാരെ അനുഗ്രഹിക്കണമേ, പള്ളി അനുഗ്രഹിക്കണമേ. പിന്നെ അവിടുന്ന് ഓർഡിനറി ബസ്സിൽ കയറി തിരുവല്ല വന്ന് തിരുമേനിമാരെയും അച്ഛന്മാരെയും സുവിശേഷകരെയും അനുഗ്രഹിച്ച് അവിടുന്ന് ഓർഡിനറി ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് പോയി VS അച്യുതാനന്ദനെയും ആൻ്റണിയും ഉമ്മൻചാണ്ടി എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടുന്ന് പ്ലെയിൻ കയറി ഡൽഹി ചെന്ന് ഡൽഹിയിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് സോണിയാജി, രാജീവ് ജി, മോദിജി, അമിത്ഷാജി എല്ലാവരെയും അനുഗ്രഹിച്ച് തിരിച്ച് തലവടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങളൊക്കെ മിക്കവാറും കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ടുണ്ടാവും. കാരണം വടി പോലെ കിടക്കുക. എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഇത്രയും നേരം പ്രാർത്ഥിച്ചാലേ അതൊരു, കാരണം നമ്മൾ എങ്ങനെയോ ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തി, അതിൻ്റെ പവർ, അതിൻ്റെ എഫിക്കസി, അതിൻ്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടാണെന്നാണ്. ദീർഘമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൊതുവിൽ വരുമ്പോൾ മറ്റു മനുഷ്യരെ കൂടെ നമ്മളൊന്ന് ഓർക്കണം. ഇപ്പം 4 രോഗികളുടെ പേര് പറഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ അമ്മച്ചി സമ്മതിക്കൂല. അമ്മച്ചി ലോക സമാധാനത്തിന് വേണ്ടിയും സാധനങ്ങളുടെ വിലക്കയറ്റ, പെട്രോളിൻ്റെ സെസ് പറഞ്ഞത് എന്തിനു മാത്രമേ ഉള്ളൂ? കാരണം 4 രോഗിയുടെ പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥന തീർന്നാൽ അതൊരു പ്രാർത്ഥനയാണോ? കർത്താവേ, നീ പറഞ്ഞിട്ടുണ്ട് എന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്റെ നടപടിയുടെ കാലങ്ങളിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ദൈവം 12,000 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമില്ലേ, പുള്ളി മറന്നു പോയി കാണും. What is the kind of impression that you give to other people when you pray? ദൈവം ആരാണെന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് തോന്നുന്നത്? ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞു പ്രാർത്ഥിക്കണം. നിങ്ങൾ ആരെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണം ചെയ്യരുത്. അത് ജാതികൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ എങ്ങനെയോ നമ്മുടെ ഇന്നത്തെ ഉണർവ് യോഗങ്ങളുടെയും ആരാധനാ രീതികളുടെയും ഒക്കെ ഭാഗമായി ബഹളമാണ് പവർ. കരിസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ശബ്ദം ഉണ്ടാവണം. ശബ്ദം ഉണ്ടാവുന്നതുകൊണ്ട് ദോഷമുണ്ടോ ഇല്ലെന്നുള്ള, പക്ഷെ നമ്മുടെ ധാരണ ഇത്രയും ശബ്ദം ഉണ്ടെങ്കിലേ എന്തുള്ളൂ? പവറുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പ്രസംഗം, ദൈവവചനം ഇങ്ങനെയൊക്കെ ഇട്ടൊരു എക്കോ ഒക്കെ ഇട്ട് പറഞ്ഞാൽ ഉടനെ എന്തുണ്ട്? അത് നല്ല ഉണർവാണ്. ഈ ഉണർവ് ഇതിൻ്റെ അകത്താണോ ഇരിക്കുന്നേ? ചില കൺവെൻഷൻ ചെല്ലുമ്പോൾ ചിലർ പറയും കൈയടിച്ചിരുന്ന് പാട്ട് പാടും, എന്നിട്ട് അവസാനം പറയും ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിക്കാം. അപ്പോൾ എനിക്കൊരു സംശയം, ഈ എഴുന്നേൽക്കുമ്പോൾ കയറുന്നൊരു സാധനമാണോ ഈ ആത്മാവ്? നമ്മൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുക. ഇരുന്നാ കയറത്തില്ലേ ആത്മാവ്? സൈക്കിളിന് കാറ്റടിക്കുന്ന പോലെ അടിച്ചു കയറ്റേണ്ട സാധനമാണോ ആത്മാവ്? ഞാൻ പറഞ്ഞ ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? അതിഭാഷണവും ജൽപ്പനവും ശബ്ദകോലാഹലവും അതാണ് ആത്മീയതയെന്നും അതാണ് ഉണർവെന്നും അതാണ് കരിസ്മാറ്റിക്. ശബ്ദം ഉണ്ടെങ്കിൽ കരിസ്മാറ്റിക്, ശബ്ദം കുറവാണെങ്കിൽ ആസ്മാറ്റിക്. അതുകൊണ്ടാണ് ഈ ശബ്ദം ഉള്ളിടത്തെല്ലാം ആളുകൾ കൂടുന്നത്. കാരണം നമ്മുടെ വിചാരം ദൈവം പ്രവർത്തിക്കുന്നത് ശബ്ദം ഉള്ളിടത്താണ്. ഉച്ചനമസ്കാരത്തിന് സമയമായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. കാരണം ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകാമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഉച്ചനമസ്കാരം അച്ഛൻ മാറ്റി വെക്കാം, അച്ഛനെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് പിന്നെ നമസ്കരിക്കാമെന്നുമല്ലോ നിങ്ങൾ പറയുമോ? അങ്ങനെ പറയത്തില്ല. എന്നാലും പഴയ നിയമത്തിലൊരു നല്ല സംഭവമുണ്ട്. കർമ്മേൽ പർവ്വതം, 1 ശമൂവേൽ 18-ാം അധ്യായം. അവിടെ ബാലിൻ്റെ പ്രവാചകന്മാരും
ഏലിയാവും പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുക. അപ്പോൾ അവരുടെ ഇടയിലെ തർക്കം, ആരാണ് സത്യദൈവം? ബാലിന്റെ പ്രവാചകന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമാണ് സത്യദൈവം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളുടെ ദൈവമല്ല സത്യദൈവം, മറിച്ച് ഞങ്ങളുടെ ദൈവമാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു വലിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, 1 രാജാക്കന്മാർ 18-ാം അധ്യായം, ഞാനത് ചില പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. ഇവരെല്ലാവരും കൂടെ കർമ്മേൽ പർവ്വതത്തിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് തമ്മിലൊരു മത്സരമാണ്. ആരുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഒരുക്കിയിരിക്കുന്ന യാഗവസ്തു ദഹിക്കുന്നത്, ആ ദൈവമാണ് സത്യ ദൈവം. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി. അപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക. അങ്ങനെ ഏലിയാവ് ഇങ്ങനെ മാറി അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക, ഒരു ചാരുകസേരയിലൊക്കെ ഇരിക്കുക. പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ, പ്രായമായ ഒരു മനുഷ്യൻ, സാധു, ഇങ്ങനെ മാറിയിരിക്കുക. ഇവരൊരു 450, ഈ കുങ്ഫു ക്ലാസ്സിൽ നിന്ന് വരുന്ന പോലെ ഒരു 450 പേര്, മോല്ല മസിൽമാന്മാർ, ഒരു 450 പേരങ്ങോട്ട് ഇറങ്ങി. അവർ പ്രാർത്ഥന തുടങ്ങി. 25-ാമത്തെ വാക്യം മുതൽ, 1 രാജാക്കന്മാർ 18-25 മുതൽ. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ, നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീനെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി. ഇനിയുമാണ് അവരുടെ പ്രാർത്ഥന കണ്ടുപിടിക്കണം. എന്താണ് ജാതികളുടെ പ്രാർത്ഥന എന്നത് പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ബാലേ ഉത്തരമരുളേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. അവർ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അപ്പൊ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഒരിടത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ എന്തല്ല, കരിസ്മാറ്റിക് അല്ല. ബാലിന്റെ പ്രവാചകന്മാർ കാണിക്കുന്ന പരിപാടി എന്താണ്? അങ്ങ് തുള്ളുക. പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഒരിടത്തിരിക്കും, തീരുമ്പം എവിടെയോ ചെന്ന് നിൽക്കും. അങ്ങ് തുള്ളിച്ചാടുക. ഈ ആട്ടവും പാട്ടും ചാട്ടവും എല്ലാം കൂടെ കണ്ടപ്പം അവിടെ പറയുന്നു, പ്രവാചകൻ ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിനെ നമ്മൾ പരിഹസിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പരിഹസിക്കും. കാരണം ദൈവത്തെ പരിഹസിക്കുന്ന തരത്തിൽ പ്രാർത്ഥിച്ചാൽ അത് പരിഹസിക്കപ്പെടണം. നമ്മുടെ അമ്മായി ഉപ്പാപ്പനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു പേടി. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഏലിയാവ് എന്തെന്നാ പറഞ്ഞേക്കുന്നത്? അവരെ ഓർത്ത് അനുതപിച്ചെന്നോ, അവരെ ഓർത്ത് കരഞ്ഞെന്നോ, അവരെ ഓർത്ത് അവിടെ പറയുന്നു ഏലിയാവ് അവരെ. കാരണം ഈ കാണിക്കുന്നത് ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ തുള്ളിച്ചാട്ടവും ആട്ടവും ബഹളവും ആക്രാന്തവും കൊടിവീശും ഏണി വെച്ച് കയറുന്നതും ബാങ്കിൽ പൈസ വരുന്നതും ഇതെല്ലാം ആരെ കളിയാക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ പരിഹസിക്കുന്ന പ്രാർത്ഥന പരിഹസിക്കപ്പെടേണ്ടതാണ്. അവിടെ പറയുന്നു ഏലിയാവ് അവരെ പരിഹസിച്ചു. എന്നിട്ട് പറയുന്നത് ഇനിയാണ് കേൾക്കേണ്ടത്, ഉറക്ക വിളിപ്പീൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകും. അപ്പോൾ ഇവരുടെ ഈ അലറിച്ചയും അമറിച്ചയും ഒക്കെ കണ്ടപ്പം പ്രവാചകൻ പറയുക, കുറച്ചുകൂടെ ഉറക്ക വിളിക്കും. ചിലപ്പം പുള്ളി ഇന്ന് നോമ്പ് സമയമായതുകൊണ്ട് എന്തായിരിക്കും? ധ്യാനത്തിലായിരിക്കും. മനസ്സിലായ? അപ്പം പ്രവാചകന് കിട്ടുന്ന ഇവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ എന്താ? ഇപ്പോൾ ഇവരുടെ ദൈവം ധ്യാനിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് അലറുന്നത്. അടുത്തത്, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരുന്നു. അത് നിങ്ങളുടെ കല്ലടക്കാരുടെ വ്യാഖ്യാനത്തിന് ഞാൻ വിടുന്നു. അല്ലെങ്കിൽ യാത്രയിലാണ്, ടൂറിന് പോയതാണെങ്കിലോ, കൊടൈക്കനാൽ. ദൈവമാണ്, ഭയങ്കര ചൂടാണ് നാട്ടിൽ, അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ കൊടൈക്കനാലിൽ പോയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് കുറെ കൂടെ ഉറക്ക വിളിക്കും. അടുത്തത്, അല്ല, ചിലപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞെങ്ങാനും ഉറങ്ങുവാണോ? പുള്ളിക്ക് നല്ല ഡയബറ്റീസ് ഉള്ള ആളാണേ, അതുകൊണ്ട് ഫുഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് നിങ്ങൾ കിടന്ന് അലറും. അവനെ ഉണർത്തേണം.
നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ ദൈവം ഉറങ്ങുകയാണ് എന്ന ധാരണയാണോ മറ്റു മനുഷ്യർക്ക് ലഭിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. ഉറങ്ങുന്നത് പോട്ടെ, മയങ്ങുന്ന പോലുമില്ല. ദ പ്രൊട്ടക്ടർ ഓഫ് ഇസ്രയേൽ നീദർ സ്ലീപ്സ് നോർ സ്ലംബേഴ്സ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ആളുകൾക്ക് കിട്ടുന്ന ധാരണ എന്താ? ഒന്നീ ധ്യാനം പോട്ടെ, ധ്യാനം കൂടാൻ പോയിരിക്കുന്നു, അല്ലെ മണർകാട് പോയി, ഇവിടെ നിൽക്കുമ്പോൾ പരുമല പറയാവൂ, പരുമലയ്ക്ക് പോയിരിക്കുന്നു, അല്ലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറിന് പോയിരിക്കുന്നു, അല്ലെ ഉറങ്ങുവാണ്. മയങ്ങാതെ ഉറങ്ങാതെ ഇസ്രയേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങും. ബാലിന്റെ പ്രവാചകന്മാർ കിടന്ന് അലറുന്നത്, ബഹളം വയ്ക്കുന്നത് അവരുടെ ദൈവം ഉറങ്ങുകയാണ്. ഒന്നും സംഭവിച്ചില്ല. പഴയ അനിക്സ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല. ഉച്ചയായപ്പം പ്രവാചകൻ പറഞ്ഞു, കാര്യം ചെയ്യുന്ന ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ, 19 തമ്പേർ കീറിപ്പോയതല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. നല്ല പോത്തിൻ്റെ തോല് കൊണ്ടുള്ള തമ്പേറാണ്, പക്ഷെ ഇതെല്ലാം കീറിപ്പോയതല്ലാതെ. കാരണം പുള്ളി ഉറങ്ങുക, ഉണർത്തണ്ടേ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇവർ രാവിലെ മുതൽ ഉച്ച വരെ കിടന്ന് ബഹളം ഉണ്ടാക്കി. പ്രവാചകൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇനി പറയും വെയിൽ കൊണ്ട് ഇത് ഉണങ്ങി കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കത്തിയെന്നൊന്നും പിന്നെ പറഞ്ഞേക്കരുത്, മനസ്സിലായോ? അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, വെള്ളം ഒഴിക്കുക. നല്ലപോലെ വെള്ളം ഒഴിച്ചു, യാഗവസ്തു കുതിർന്ന് അവിടെ എല്ലാം വെള്ളം ഒഴുകി. പ്രവാചകൻ ശാന്തനായി നിന്നുകൊണ്ട് ഒറ്റ വാചകം, ദൈവമേ നീ ജീവിക്കുന്ന ദൈവമെന്ന് അറിയണം, അതുകൊണ്ട് എന്ത് ചെയ്യണം? തീ ഇറങ്ങി യാഗം. ഒരു വശത്ത് 450 പ്രവാചകന്മാർ അലറുകയും ബഹളം വെക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്നു, കാരണം അവരുടെ ദൈവം ഉറങ്ങുകയാണ്. എന്നാൽ ഇവിടെ ഒരു വൃദ്ധൻ, സാധുവായ മനുഷ്യൻ, ഒരു ചെറിയ വാക്ക്, അത് മതി. കാരണം ഏലിയാവിൻ്റെ ദൈവം ഉറങ്ങുകയല്ല. ഇന്ന് നടക്കുന്നത് ബാൽ മോഡൽ ആരാധനകളാണ്. ബാൽ മോഡൽ ആരാധനകളാണ് ബലമുള്ള ആരാധനയെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഏലിയാവ് നമുക്ക് കാണിച്ചു തരുന്നു, ഉൾബലമുള്ളവന്റെ പ്രാർത്ഥനയും അല്ലാത്തവന്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. ദൈവം ഉറങ്ങുകയാണ് എന്ന് കരുതി പ്രാർത്ഥിക്കുന്നവൻ്റെയും ദൈവം മയങ്ങുന്നവൻ പോലുമല്ല, അവൻ എനിക്ക് സമീപസ്ഥനാണെന്ന് വിശ്വസിക്കുന്നവൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലാകരുത്. 2 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിക്കണം. 2 അപകട സാധ്യതയുണ്ട്. ഒന്ന്, കപടഭക്തിക്കാരെ പോലെ ആകാനുള്ള സാധ്യത, ജാഗ്രത വേണം. 2, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാ നമ്മളോട് ഇവിടെ പറയുന്നത്. വേദപുസ്തകത്തിലെ 2 പ്രാർത്ഥനാ മാതൃകകൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനിയും വിളിക്കുകയല്ല, അതുകൊണ്ട് പറയാനുള്ളതൊക്കെ ഇന്ന് പറഞ്ഞോണം എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് അപ്പോൾ ഒന്ന്, വേദപുസ്തകത്തിൽ ഒരു സാധു സ്ത്രീ, മക്കളൊന്നുമില്ല അവർക്ക്. അവർ ഒരു ദിവസം പള്ളിയിൽ പോയി. സങ്കടം സഹിക്കാൻ പറ്റില്ല, ചങ്ക് പൊട്ടിയാ പള്ളിയിലോട്ട് ചെല്ലും. ഇതുപോലൊരു റെയിലിങ്സ് കാണും, അവിടെ ചെന്ന് മുട്ടുകുത്തി. അപ്പം അവിടെ അച്ഛനുണ്ട്. അച്ഛൻ നോക്കിയപ്പം ഒരു സ്ത്രീ വന്ന് കുറച്ച് നേരമായിട്ട് ഒന്നും കേൾക്കാനില്ല, കാരണം ശബ്ദമൊന്നും ഇല്ല, ഒരു വാക്കും പറയുന്നില്ല. പിന്നെ ഇവരെന്താ ചെയ്യുന്നേ? അപ്പം അച്ഛൻ വിചാരിച്ചു മിക്കവാറും ഇവരെന്താ അടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അങ്ങനെ പറയാറുണ്ട്, ചില ദേശത്ത് ചില കള്ളിന് പ്രത്യേക എഫക്റ്റാണ് അവിടെ. ചിലതടിച്ചാൽ ഭയങ്കര നാണമാണ്, അതിന് മണവാട്ടി എന്നാണ് ചിലർ പറയുന്നത്. പിന്നെ അന്ന് ഫുൾ നാണമാണ്. ഒരിക്കൽ ഞാൻ കുണ്ടറയുള്ള സമയത്ത് ചണ്ണപ്പേട്ടയിൽ ഒരിടത്ത് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ എന്നെ
പ്രസംഗിക്കാൻ വേറെ ആളുകൾ വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ചണ്ണപ്പേട്ട എന്ന് വരുന്ന ഈ അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി. ബസ്സിനാവുന്നു. അപ്പോൾ അവിടെ നിർത്തി. അപ്പം ഇനിയും തിരിച്ച് കുണ്ടറയ്ക്ക് പോകണം, കൊട്ടാരക്കര, അവിടെ ചെന്ന് പോകണം. അപ്പോൾ ഒരു നാരങ്ങാ വെള്ളം കുടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്തുള്ളൊരു നാരങ്ങ കിടന്നു. നമുക്ക് അന്ന് ഈ വട്ടുള്ള സോഡ ഉണ്ടല്ലോ, ഇപ്പം അത് കുടിച്ച് വട്ടാവുകയാണ് നമ്മൾ. എന്നാൽ അതിങ്ങനെ നല്ല രസമാണ്. അതങ്ങോട്ട് ഞെക്കുമ്പോൾ എന്നൊരു ശബ്ദമൊക്കെ വരുന്നു. അതങ്ങോട്ട് അയാൾ അങ്ങോട്ട് ഒഴിച്ച് വെച്ച് അടിക്കുമ്പോൾ ഭൂമി പോലും കറങ്ങുന്നുണ്ടെന്നാണ്. അമ്മാതിരി അടിയാണ് അയാൾ അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. ഞാൻ ഈ നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ ഈ സഹോദരൻ ഇവിടെ കിടക്കുന്നത്? യേശു അടിച്ചിട്ട് കിടക്കുവാന്ന്. ഞങ്ങളുടെ നാട്ടിൽ മാടൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ, അത് യേശു അടിച്ചു. ഞാൻ ചോദിച്ചു അതെന്തു സാധനം? ഇതിൻ്റെ ഗുണം ഇത് അടിച്ചാൽ 3-ാം ദിവസം എഴുന്നേക്കും. അപ്പം അതാണ് യേശു അടിച്ചു എന്ന് പറഞ്ഞു. ഇനി ഈ ഹന്ന എന്ത് സാധനം അടിച്ചെന്നുള്ളത് അച്ഛനൊരു സംശയം. കാരണം വാക്കില്ല, ശബ്ദവുമില്ല. അപ്പോൾ ഇവൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എന്ത് സാധനം അടിച്ചത്? കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശബ്ദവുമില്ല വാക്കുമില്ലാത്തൊരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഒരു വാചകം പുള്ളിക്കാരി പറയുന്നുണ്ട്, യജമാനനെ ഞാൻ അങ്ങനെ മദ്യപിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു കാര്യം ചെയ്യാനാണ് ഇവിടെ വന്നേ. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാനാണ് വന്നത്. ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ ശബ്ദം വേണ്ട, വാക്കും വേണ്ട, എന്തുമാത്രം മതി? ഹൃദയം പകർന്നാൽ മതി. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന ശബ്ദമില്ലാത്ത, വാക്കില്ലാത്ത പ്രാർത്ഥനയാണ്. ഹൃദയം പകരുന്നതിന് എന്തു വേണ്ട? കാരണം നാക്കുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കർത്താവ് ഗദസമനയിൽ കിടക്കുന്നു. അവിടെ കർത്താവ് എന്തോ പ്രാർത്ഥിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഏതായാലും അവനൊന്നും പറഞ്ഞു കാണാൻ വഴിയില്ല. കാരണം അതുപോലെ പ്രാണവേദനയിലാണ്. അവിടെ പറയുന്നു അവൻ്റെ രക്തം പോലും എന്തു ചെയ്തു? വിയർപ്പാട്ട് അത്രയ്ക്കുള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. മൗനമാണ്, വാക്കുകളില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കപടഭക്തിയും ബാലിൻ്റെ മോഡൽ ആരാധനയുമൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് സത്യ ആരാധന, ഭക്തി എന്നൊക്കെ പറയുന്നത് ഹൃദയം കൊണ്ട് ചെയ്യാനുള്ളതാ. നാക്കുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ. ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞതുമായ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. മാൻ ലുക്സ് അറ്റ് ദി ഔട്ട്വേർഡ് അപ്പിയറൻസ് വെയർസ് ഗോഡ് ലുക്സ് അറ്റ് വൺസ് ഹാർട്ട്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. ഇന്ന് നാം ഇവിടെ വ്യത്യസ്ത ആവശ്യങ്ങളുമായി, ഭാരങ്ങളുമായി, സങ്കടങ്ങളുമായി, നെടുവീർപ്പുകളുമായി, നാളുകളായി ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങളുമായി, മറ്റാരോടെങ്കിലും പറഞ്ഞാൽ പരിഹസിക്കുമെന്നോർത്ത് ആരോടും പറയാതെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതവുമായി വന്നിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മൗനം, ശബ്ദം വേണ്ട, വാചകം വേണ്ട. ഹന്നായെപ്പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഇവിടെ ഈ ബലിപീഠത്തിന് മുൻപിൽ പകർന്നിട്ട് പോകണം. അങ്ങനെ ഹൃദയം പകർന്നാൽ പിന്നെ നിങ്ങളുടെ മുഖം, ഹന്ന പറയുന്നത്, പിന്നെ അവളുടെ മുഖം വാടാത്ത മുഖത്തോടെ കൂടെ പോകണമെങ്കിൽ ഹൃദയത്തിലുള്ളത് അതെന്തുമാവട്ടെ, ആരോടും പറയാൻ കഴിയാവട്ടെ, ഇവിടെ പകർന്നിട്ട് പോകണം. ഇനി ഹൃദയത്തിൽ ഒരു ഭാരവും വെച്ചുകൊണ്ട് പോകരുത്. ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചുമട് താങ്ങി കാൽവറിയിൽ നമുക്കുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുക. ഇനി ചുമലിൽ, തലയിൽ, ഹൃദയത്തിൽ ഒരു ഭാരവും വയ്ക്കരുത്. ഈ പുണ്യഭൂമിയിൽ, ഈ വിശുദ്ധ ഭൂമിയുടെ ഹൃദയം പകർന്നിട്ട് പോകണം. അങ്ങനെ പകരാൻ വാക്കുവേണ്ട, ശബ്ദം വേണ്ട. ഹൃദയം പകർന്നാൽ വാടാത്ത മുഖവുമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാം. ഇത്രയും നേരം നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കാൻ നിങ്ങൾ സൗമനസ്യം കാണിച്ചതിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.